അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ധർമ്മടത്തുള്ള പഴയ മൊയ്തു പാലത്തിലാണ്. തലശ്ശേരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ ധർമ്മടത്തേക്ക്. ഈ പാലം 1930 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് കേട്ടോ. അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ചെയർമാൻ ആയിരുന്ന എം മൊയ്തു സാഹിബിൻ്റെ പേര് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഈ പാലത്തിന് നൽകി. ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഈ പാലത്തിന് ഇപ്പോൾ 95 വർഷത്തെ പഴക്കമുണ്ട്. 50 വർഷത്തെ ആയുസാണ് ഇത് പണിഞ്ഞ സമയത്ത് എഞ്ചിനീയർമാർ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിലും 50 എന്നുള്ളത് 90, 100, 130 എന്നൊക്കെ അങ്ങനെ അങ്ങ് പോകും. ഉദാഹരണം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം, അത് നമുക്ക് പറയേണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ മെയിൻ ഐറ്റമായ സുർക്കിയും ചുണ്ണാമ്പും ചേർത്ത മിശ്രിതത്തിൽ കെട്ടിപ്പൊക്കിയ 4 കൂറ്റൻ കരിങ്കൽ തൂണിലാണ് ഇതിൻ്റെ അടിത്തറ നിൽക്കുന്നത്. അതിന് മുകളിൽ ഗർഡറുകളും ബെയറിങ്ങുകളും, അതിൻ്റെ മുകളിൽ ഈ കാണുന്ന 4 ഇരുമ്പ് കമാനങ്ങൾ, അതും പോരാഞ്ഞിട്ട് ഓരോ കമാനത്തിൽ നിന്നും ക്രോസ് ബാറുകൾ. ഈ ഇരുമ്പെല്ലാം സ്കോട്ട്ലൻഡിലെ ലാനക്ഷർ സ്റ്റീൽ കമ്പനിയിൽ നിർമ്മിച്ചതാണ്. ഇതാണ് അഞ്ചരക്കണ്ടിപ്പുഴ. അതിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂരിനെയും തലശ്ശേരിയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാലമാണ് ഈ മൊയ്തു പാലം. ഇതിൻ്റെ കാലപ്പഴക്കവും ബലക്ഷയവും കാരണം 2015 ഈ പാലം ഉപയോഗശൂന്യമാക്കി. പുതിയ പാലം തൊട്ടടുത്ത് തന്നെ പണിഞ്ഞിട്ടുണ്ട്. മൊയ്തു സാഹിബിൻ്റെ പേര് തന്നെയാണ് ആ പാലത്തിന് കൊടുത്തിരിക്കുന്നത്. പുതിയ മൊയ്തു പാലം എന്നാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെ ചരിത്ര സ്മാരകമായ ഈ പാലം പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന ആവശ്യം പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ 100 വർഷം പഴക്കമുള്ള പാലങ്ങളെയാണ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു 5 വർഷം കൂടി മൊയ്തു പാലത്തിന് അതിനെ കാത്തിരിക്കേണ്ടി വരും. ഇത്രയൊക്കെയാണ് ഈ പാലത്തിൻ്റെ ചരിത്രം. ഇനി നമുക്ക് ധർമ്മടം ബീച്ചിലേക്ക് പോവാം. ഈ പാലത്തിൻ്റെ അരികിലൂടെ കാണുന്ന വഴിയെ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ധർമ്മടം ബീച്ചിലെത്താം. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തെത്തി. ഈ മതിൽക്കെട്ടിൻ്റെ അകത്താണ് ധർമ്മടം ബീച്ച് റിസോർട്ട്. അതുവഴിയാണ് ധർമ്മടം ബീച്ചിലേക്കുള്ള എൻട്രൻസ്. പക്ഷെ ഞാൻ അതുവഴി പോകുന്നില്ല, കാരണം അത് തുറന്നിട്ടില്ല. ഞാനപ്പോൾ ഈ കാണുന്ന ഈ വഴിയെ കുറച്ച് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ധർമ്മടം ഐലൻഡിൻ്റെയൊക്കെ ബീച്ച് ഏരിയയിൽ അവിടെ ചെന്നിറങ്ങാൻ പറ്റും. അപ്പം ഈ റോഡ് നമുക്ക് നേരെ നടന്ന് അങ്ങോട്ട് പോകാം. അങ്ങനെ നടന്ന് എത്തിയപ്പോൾ രാവിലെ ഇവിടെ കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം അവരുടെ കളിയൊക്കെ കണ്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ പതുക്കെ ബീച്ചിലോട്ട് പോയി. അങ്ങനെ ധർമ്മടം ബീച്ചിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ്. മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ നിന്നും ചേട്ടന്മാരെല്ലാവരും കൂടി മത്തി പിറക്കിയെടുക്കുകയാണ്. രാവിലെ ഈ സമയത്ത് ഒരു കാലിക്കൂടുമൊക്കെ ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനുമായിട്ട് വീട്ടിൽ പോകാം. ഉച്ചയ്ക്ക് നല്ല ചാളക്കറിയൊക്കെ കൂട്ടി നമുക്ക് ചോറടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ധർമ്മടം ബീച്ച്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ആ കടലിന് ഉള്ളിൽ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ഈ കാണുന്ന ചെങ്കൽ പാറകളാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും. കേരളത്തിലെ വേറെ ഏതെങ്കിലും ബീച്ചിൽ ഇങ്ങനത്തെ പാറക്കെട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനും ഒക്കെ പറ്റിയ ഒരിടമാണ് ഇവിടെ. ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആ കാണുന്നതാണ് പച്ചത്തുരുത്ത്, അല്ലെങ്കിൽ ധർമ്മടം തുരുത്ത് എന്ന് പറയുന്നത്. അതൊരു സ്വകാര്യ വ്യക്തിയുടേതായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ടൂറിസം വകുപ്പിൻ്റെ അണ്ടറിലാക്കി. വേലിയിറക്ക സമയത്ത് ആളുകൾ അതിനകത്തേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ അതാണ്ട് ആ കാണുന്ന വലിയ ചെങ്കൽപ്പാറയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയാൽ പിടിച്ച് അകത്തിടുമെന്നുള്ളത്. അതുകൊണ്ട് പോകേണ്ടവർ എന്തും സ്വന്തം റിസ്കിൽ പോവുക. പിന്നെ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിച്ചേച്ച് പോവുക. കാരണം അവിടേക്ക് പോയിട്ട് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പോകാൻ പ്ലാനുള്ളവർ ഇവിടുത്തുകാരോടൊക്കെ ചോദിച്ചേച്ച് പോവുക. പിന്നെ ഈ ബോർഡ് ശ്രദ്ധിച്ചേച്ച് പോവുക. ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് ഈ പാറയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം പോകേണ്ടവർ പോകാൻ. അപ്പം ഞാനിപ്പോൾ വന്ന ഈ സമയത്ത് വേലിയേറ്റമാണ്. കുറച്ചുകൂടി രാവിലെ വന്നായിരുന്നെങ്കിൽ ഒരു 7:30 ഒരു 8 മണിക്കുമൊക്കെ അകത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന
പാറയുടെയൊക്കെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. എനിക്കിപ്പോൾ നിങ്ങളെ ഇവിടെ നിന്ന് മാത്രമുള്ള ഈ ഒരു വിഷ്വൽസ് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടൊന്നും നല്ല തിരയടിച്ച് കയറുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്തേക്കൊക്കെ പോയി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെങ്കിൽ ഒരു രാവിലെ ഒരു 7:30-ക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊന്നും വെള്ളം കാണത്തില്ല. വേലി ഇറക്ക സമയമായിരിക്കും. അതേപോലെ വൈകുന്നേരങ്ങളിൽ വന്നാലും വേലി ഇറക്ക സമയമാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ കല്ലിനൊക്കെ ഉണ്ടല്ലോ, കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും ഇതിൽ തിരയടിച്ച് കല്ലിനൊക്കെ ഇപ്പം നല്ല മൂർച്ചയാണ്, നല്ല ഷാർപ്പാണ് കല്ലുകളൊക്കെ. എന്താ ഭംഗിയല്ലേ? നിങ്ങൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ബീച്ച് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഈ കല്ലിനകത്തൊക്കെ ഉണ്ടല്ലോ മൊത്തം സുഷിരങ്ങളാണ്. അതിനകത്തെല്ലാം ചെറിയ ചെറിയ പ്രാണികളും ഉണ്ട്. ഈ കല്ലിലൊക്കെ കയറി ഇരിക്കുന്നവർ കടി കിട്ടാതെ ശ്രദ്ധിക്കുക. പിന്നെ നല്ല അരവുണ്ട് ഈ കല്ലിന്. അപ്പം കാലും കൈയുമൊക്കെ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വീടൊക്കെ പണിയാൻ ഉപയോഗിക്കുന്ന ചെങ്കല്ല് ഇതാണെന്ന് തോന്നുന്നു. വെട്ടുകല്ലെന്ന് പറയും അതിന്. അത് ഇതാണെന്ന് തോന്നുന്നു. പണ്ട് വെട്ടി എടുത്തതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളായിരിക്കും ഈ കാണുന്ന കല്ലുകളൊക്കെ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള കുറേ പേരോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് ഈ കല്ല് ഇവിടെ ഇങ്ങനെ വന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ആർക്കും ഇല്ല. അതിവിടെ നേരത്തെ തൊട്ടേ ഉണ്ട് എന്നാണ് എല്ലാവരും മറുപടി പറയുന്നത്. അപ്പോൾ പണ്ട് വെട്ടിയെടുത്ത കല്ലുകളുടെയൊക്കെ ഒരു അവശേഷിപ്പായിരിക്കാം ഇത് എന്ന് ഞാൻ സ്വയം ഒരു അനുമാനത്തിൽ അങ്ങെത്തി. കണ്ണൂരും കാസർഗോഡുമൊക്കെയുള്ള ചെങ്കല്ലിന് നല്ല ഉറപ്പാണെന്ന് ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പാറക്കെട്ടുകൾ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ നമ്മുടെ പഴശ്ശിരാജയുടെ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഈ ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ആ തുരുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഔഷധച്ചെടികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ വറ്റാത്ത ഒരു ശുദ്ധജല കിണർ അതിനകത്തുണ്ട്. ചുറ്റും കടലിൽ കിടക്കുന്നതിനകത്ത് ഒരു ശുദ്ധജല കിണർ അല്ലേ? ഇൻട്രസ്റ്റിംഗ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീടുണ്ട് അതിനകത്ത്. അത് ഈ ചെങ്കല്ല് വെച്ച് പണിഞ്ഞ വീടാണ്. അതിൻ്റെ ഭിത്തികളൊക്കെ അത് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ പണ്ട് ആൾതാമസം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പിന്നെ കുറേ തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത്. ഒരു 6 ഏക്കറോളം സ്ഥലമുണ്ട് ആ തുരുത്ത്. അതിപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തെങ്കിലും അതിനകത്ത് ടൂറിസം മാത്രം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വലിയ ചിലവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ കാടുണ്ട് അതിനകത്ത്. ഇനിയിപ്പോൾ ആ കാട് പിടിച്ച് കിടക്കുന്നത് ടൂറിസത്തിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കാം, നമ്മുടെ നാടാണല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ബീച്ചിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണിത്. അത് ഈ ചെങ്കലിൻ്റെ സൗന്ദര്യവും ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പും കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീച്ച്. ഇനി നമുക്ക് നേരെ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോയിട്ട് അവിടെ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് വരാം. അത് പക്ഷേ ഈ വീഡിയോയിൽ ഇല്ല, അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.